വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സാധാരണ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രൈം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ പൊതുവെ പുരുഷന്മാരായിരിക്കും. പക്ഷേ ഒരമ്മയും മകളും 1.5 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ്. ഈ ഒരു മകള് 25 വയസ്സുള്ള ഒരു ഡോക്ടറാണ്, ഡോക്ടർ ലക്ഷ്മി നായർ. അതും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുള്ളൂ. അമ്മ രാജശ്രീ എസ് പിള്ള, 52 വയസ്സ്. മൂവാറ്റുപുഴയിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഇവർ ഈ ആയുർവേദ ചികിത്സക്ക് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ദ്രോണ എന്ന് പേരുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ 3 വർഷം മുൻപാണ് രാജശ്രീ എസ് പിള്ള എന്നുള്ള 52 വയസ്സുള്ള ഈ സ്ത്രീ ജോലിക്ക് വരുന്നത്. ജോലിക്ക് വന്നുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടൈമിനേക്കാൾ നേരത്തെ വരും. ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഭയങ്കര അസുഖം. കാരണം അത്രയും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ലേഡി ഏതൊരു സ്ഥാപനത്തിന് സ്വപ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമയായ ആൾ കരുതി ഒരു നല്ല ജോലിക്കാരിയെ കിട്ടിയ, കാരണം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റും അതേപോലെ ഈ ആളുകൾക്ക് വ്യത്യസ്ത കമ്പനികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വേണമെങ്കിൽ അവരെ വിളിച്ചിട്ട് ഒരു ടെലി വിഭാഗത്തിലും കൂടിയാണ് ഇവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൽ രാജശ്രീ നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ സാധനങ്ങൾ നന്നായിട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇൻകം എവിടെ വരുന്നില്ല, അക്കൗണ്ടിൽ വരുന്നില്ല. അപ്പോഴാണ് അതിൻ്റെ കമ്പനിയുടെ ഉടമകൾ അന്വേഷിച്ചത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത്രയധികം മെഡിക്കൽ ഉപകരണങ്ങൾ വിറ്റിട്ടും എന്താണ് ഈ ഫണ്ടിങ് ബാങ്കിൽ കുറയുന്നത്? അങ്ങനെ ഇയാൾ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ ഈ ക്യാഷ് അടക്കേണ്ട സോഫ്റ്റ്വെയർ നമുക്ക് കറക്റ്റാണ്, അതിന് ടാലിയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ക്യാഷ് ഇവിടെ വരുന്നില്ല. അങ്ങനെ ഇയാൾ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള രേഖകളൊക്കെ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കള്ളി വെളിച്ചത്താവുന്നത്. 1.5 കോടി രൂപയാണ് ഈ ഒരു സ്ത്രീ രാജശ്രീ എസ് പിള്ള എന്നുള്ള 52 വയസ്സുള്ള ഈ സ്ത്രീ ഈ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചുമാറ്റി. അതും മകൾ ഉൾപ്പെടെയാണ്. ഈ മകള് റഷ്യയിലാണ് MBBS പഠിച്ചത്. ആ സമയത്ത് തന്നെ ആദ്യം 46 ലക്ഷം രൂപ അവരെ അക്കൗണ്ടിലേക്ക് മാറ്റി, പിന്നീട് 16 ലക്ഷം രൂപ മാറ്റി. ഈ ഒരു മകള് റഷ്യയിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കിയിട്ട് അമേരിക്കയിൽ പോയി ഡോക്ടറായി. ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവർ അമേരിക്കയിൽ തിരികെ വന്ന് വളരെ ആർഭാടപൂർവമായ വിവാഹമൊക്കെ കഴിപ്പിച്ചിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് പോയത്. ഈ മകളടക്കം, ഈ 25 വയസ്സുള്ള മകളടക്കം ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ക്രൈമിൻ്റെ ഇത് നിങ്ങൾ ആലോചിച്ചതിൻ്റെ ഒരു ഗ്രാഫ് പോണത്. സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഗൾഫിൽ നിന്ന് പണം തട്ടിയ ഒരുപാട് പുരുഷന്മാരറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു സ്ത്രീയും അവരുടെ മകളും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തണമെങ്കിൽ നിങ്ങളൊക്കെ ഒരു ജോലിക്ക് വന്ന് കരുതിയിരിക്കുക. നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണ്. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് ഇവർ നേരത്തെ ഗൾഫിലുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് ഇവർ തട്ടിപ്പ് നടത്തി വന്നവരാണ്. പോരാത്തതിന് നാട്ടിൽ ഈ സ്ത്രീ പല കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപ തട്ടിപ്പ് എടുത്തതിൽ ഒരു 56 ലക്ഷം രൂപ കിട്ടി. ബാക്കി ഇവർ പറയണത് മകളെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നതാണ്. ഏതായാലും പോലീസ് കൃത്യമായുള്ള ചോദ്യം ചെയ്യൽ തെളിവ് സഹിതം കിട്ടിയതിന് ശേഷമാണ് ഈ കമ്പനിയുടെ ഉടമ പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതായത് തൻ്റെ ജോലിക്കാരിയായ ഈ രാജശ്രീ എസ് പിള്ള ഇത് മറ്റെന്താ പറയുക, ഒരു സുപ്രഭാതത്തിൽ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഇതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം കൃത്യമായിട്ട് ചോദിച്ചു, നീ എന്തിനിത് ചെയ്തു വെച്ചപ്പോൾ എനിക്ക് സാമ്പത്തിക ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ആർഭാടം നടത്താൻ വേണ്ടിയാണ്. ഇല്ലാത്തവൻ, പട്ടിണി കിടക്കുന്നവൻ ഒരു പഴം അല്ലെങ്കിൽ ഒരു ഭക്ഷണം മോഷ്ടിച്ചാൽ നമ്മളവനെ മോഷ്ടാവ് എന്ന് വിളിക്കരുത്. അവൻ്റെ മുന്നിൽ മറ്റു മാർഗ്ഗമില്ലായിട്ടാണ്. ഇത് ആഡംബരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇത്തരം ആളുകളെ നമ്മൾ തുറന്നു കാട്ടണം. സാധാരണ നമ്മളിപ്പോൾ ഈ മോഷ്ടാക്കൾ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ പൊന്നാനിയിൽ ഇന്ന് മോഷണം നടന്ന്, ഇന്നലെ മോഷണം നടന്ന്, മിനിഞ്ഞാന്ന് മോഷണം നടന്ന്, ഇതൊക്കെ ഒരു ചെറു മോഷണം. ഒരു പക്ഷേ ജീവിക്കാൻ മാർഗ്ഗമില്ലായിട്ടാവും. നമ്മൾ മോഷണത്തിനെ ലഘൂകരിച്ചു എന്നോ ന്യായീകരിച്ചു എന്നോ എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. 5 രൂപ കട്ടവനെ പോലും എന്നെ മോഷ്ടാവെന്ന് വിളിക്കരുതേന്ന് പണ്ടാര ആരുടെ കവിതയുടെ പെണ്ണിൻ്റെ വീഡിയോ എടുക്കണ എൻ്റെ ഫ്രണ്ടാണ്. ആ അയ്യപ്പൻ, കവി അയ്യപ്പൻ്റെ കവിതയാണ്. അപ്പോൾ ആ 5 രൂപ മോഷ്ടിച്ചവനെ നിങ്ങൾ മോഷ്ടാവെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ ചെറു ജീവിക്കാൻ വേണ്ടി മാർഗമില്ലാതെ മോഷ്ടിക്കുന്നവർ അവർ ലീഗലി മോഷ്ടാക്കൾ തന്നെയാണെങ്കിൽ ധാർമ്മികപരമായിട്ട് നമ്മൾ അങ്ങനെ വിളിക്കേണ്ട. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിച്ചിട്ട് ഒരു 10-25 വയസ്സ് ലൈഫ് ആസ്വദിക്കേണ്ട ഒരു പെൺകുട്ടി അമ്മയുടെ ഈ തോന്നിവാസിൽ കുടുങ്ങിയിട്ട് ലൈഫ് കളയേണ്ടി വന്നു. ഇപ്പം ഇന്ന് 2 പേരും റിമാൻഡിലാണ്. ഒരു എത്രയോ സമ്പന്നമായിട്ട് സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു കുടുംബത്തിലേക്ക് അമിതമായ പണത്തോടുള്ള ആർത്തി എവിടെ കൊണ്ടെത്തിച്ചു? ഒരു പക്ഷേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിലോ. ഏതായാലും ആ കമ്പനിയുടെ ഉടമ കൃത്യമായ തെളിവുകളൊക്കെ കിട്ടി പോലീസിൻ്റെ കയ്യിൽ കൊടുത്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തത് തന്നെയാണ്. ഇപ്പം ഈ അമ്മയാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മകള് അമേരിക്കയിൽ നിന്ന് വരുത്തിക്കാനും അവരെ പിടികൂടാനുമുള്ള 2 പേരും മാത്രമേ പ്രതികളുള്ളൂ, ഈ ഒരു അമ്മയും മകളും.
പണത്തോടുള്ള ആർത്തി നമ്മുടെ ലൈഫിൽ നമുക്ക് പലതിനോടും ആർത്തി ഉണ്ടാവുക. അറിവിനോട് ആർത്തിയുള്ളവരുണ്ടാവും. നമുക്ക് എവിടെന്നെങ്കിലും എന്ത് കിട്ടിയാലും വായിക്കണവർ കണ്ടില്ലെങ്കിൽ ഒരു കടലാസ് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടിയാൽ അതിരുന്ന് വായിച്ചിട്ട് അറിവ് നേടണം. അതൊരു പോസിറ്റീവായ ഒരു ആർത്തിയാണ്. ഭക്ഷണത്തിനോട് ആർത്തിയുള്ളവരുണ്ട്. കുഴപ്പമില്ല, നല്ലതല്ല, ആരോഗ്യമുള്ളവരല്ലേ തിന്നുള്ളൂ. വയറ് നിറച്ച് തിന്നുന്നത് ശാരീരികം എന്താ പറയുക ഹെൽത്തി പ്രശ്നമാണെങ്കിൽ നമുക്ക് അവരെ വിട്ടേക്കാം. പക്ഷേ ഏറ്റവും ഗുരുതരമായ ഒന്ന് പണത്തോടുള്ള ആർത്തിയാണ്. ഈ പണത്തോടുള്ള ആർത്തിയുള്ള ആളുകൾ ഏത് ക്രൈമും പോയി ചെയ്യും, ആരെയും ചതിക്കും. നമുക്ക് സ്നേഹത്തോട് ആർത്തിയുള്ളവരുണ്ട്. ആരെങ്കിലും കാണുമ്പോൾ വേഗം പ്രണയം തോന്നുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇക്ക് സ്നേഹം കിട്ടിയില്ല എന്നിങ്ങനെ ഒരു വിക്ടിം മൈൻഡ്, ഒരു പരിഭവപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ നമുക്ക് ലൈഫിൽ കൊണ്ടടക്കാം. കാരണം അവർ സ്നേഹം കൊതിക്കുന്നവരായതുകൊണ്ടല്ലേ നമ്മളോടുള്ള സ്നേഹത്തിന് ആർത്തി കാണിക്കണേ. പക്ഷെ പണത്തോട് ആർത്തിയുള്ളൊരു ഫ്രണ്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ പണം കണ്ട് കൂടെ കൂടുന്നവനാണ്. അവൻ നമ്മളെ വെച്ചിട്ട് വരെ എന്തുണ്ടാക്കും, പണം ഉണ്ടാക്കുന്ന ആളാണ്. ഒരിക്കലും അത്തരം ഒരാൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കൂ. കാരണം നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും അവർ കാരണം. അപ്പോൾ ഈ ഒരു സ്ത്രീ എന്നുള്ളതിനെ ഞെട്ടിച്ചു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബാങ്കിൽ തട്ടിപ്പടത്തുന്ന സ്ത്രീകളൊക്കെ കാണാം. അതൊക്കെ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിൻ്റെ മുൻപിൽ നിൽക്കുന്നവരാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ കരങ്ങൾ ഇപ്പുറത്ത് പാർട്ടി ഉണ്ടാവും. ഇതല്ല, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിവിനയം കാണിച്ച് നേരത്തെ വന്ന് നേരം വൈകി ജോലി കഴിഞ്ഞ് പോവുക, കൃത്യമായി തട്ടിപ്പ് നടത്തുക. ഏതായാലും ഇവരെ പിടിച്ച കേരള പോലീസിന് 100 കൂട്ടം അഭിവാദ്യങ്ങൾ പറയണം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ ആർത്തി പോലത്തെ ഒരു സാധനം പണത്തോടുള്ള ദയവ് ചെയ്ത് ആ ഒരു സ്വഭാവത്തോട് നമ്മൾ നോ പറയുക. അപ്പോൾ ഇന്ന് ഞാൻ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ കോളേജിലെ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നൊരു യാത്ര പോകേണ്ട ആവശ്യം കാരണം പതിവ് സ്ഥലം ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കോവർക്കറായ എൻ്റെ സുഹൃത്തായ സ്നേഹ ടീച്ചറാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.